हेलो नमस्ते कॉम्पिटिटिव क्रैकर में आप सबका स्वागत है അപ്പോൾ നമ്മളിവിടെ ഇന്ന് സെറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ കൊല്ലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എളുപ്പമുള്ള കുറച്ചധികം ചോദ്യങ്ങളായിട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. സെറ്റല്ലേ? തുടങ്ങിയാലോ? ഭാരതീയ ആര്യഭാഷാവോം കെ വികാസ് കാ സഹി ക്രമം ഹെ. ഭാരതീയ ആര്യഭാഷകളുടെ വികാസം, അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി, അതിൻ്റെ ക്രമം എന്താണ്? എ സംസ്കൃത് പ്രാകൃത് പാലി ശൗരസേനി, ബി പാലി പ്രാകൃത് അപഭ്രംശ് അവഹട്ട്, സി അവഹട്ട് അപഭ്രംശ് പ്രാകൃത് പാലി, ഡി അപഭ്രംശ് അവഹട്ട് പാലി പ്രാകൃത്. ഏതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്രമം? നമുക്ക് നോക്കാം. പാലി പ്രാകൃത് അപഭ്രംശ് അവഹട്ട്. ഓക്കെ, इनमें से किस पुस्तक में भरतेश्वर बाहुबिलरास के रचयिता शालिभद्र सूरी को हिंदी का पहला कवि बताया गया है? അപ്പോൾ ഈ ഭരതേശ്വർ ബാഹുബിലാറാസ് അല്ലേ, ആ പേരും ഒരു വെറൈറ്റിയാണ്. ഇവിടെ നമ്മുടെ ശാലിഭദ്ര സൂരി എന്ന് പറയുന്ന ആ പേരും ഒരു വെറൈറ്റിയാണ് അല്ലേ. അത് ഓർത്തിരിക്കാൻ അപ്പോൾ എളുപ്പമാണ്. റയറായിട്ട് വരുന്ന സംഭവങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കും അല്ലേ. കോ ഹിന്ദി കാ പഹല കവി ബതായ ഗയാ ഹെ. ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? हिंदी साहित्य का आलोचनात्मक इतिहास, ऑप्शन बी हिंदी साहित्य का संक्षिप्त इतिहास, ऑप्शन सी हिंदी साहित्य का वैज्ञानिक इतिहास, ऑप्शन डी हिंदी साहित्य का विवेचनात्मक इतिहास. ഏതിലാണ് ശാലിഭദ്ര സൂരിയെ, ഭരതേശ്വർ ബാഹുബിലാറാസിന്റെ രചയിതാവായ ശാലിഭദ്ര സൂരിയെ ഏത് പുസ്തകത്തിലാണ് ആദ്യത്തെ കവി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാ? हिंदी साहित्य का वैज्ञानिक इतिहास. ओके, राहोम का अन्वेषी किसे कहा गया है? राहोम का अन्वेषी किसे कहा गया है? छायावाद के कवियों को, तार सप्तह के कवियों को, हालावाद के कवियों को, स्वच्छंदतावादी कवियों को. ആരാ പറഞ്ഞിരിക്കുന്നത് രാഹോം കാ അന്വേഷി എന്ന്? तार सप्तह के कवियों को. भारतीय डाक ने किस वर्ष में വർഷ് പ്രേംചന്ദ് കെ നാം സെ ഡാക് ടിക്കറ്റ് ജാരി കീതി? ഏത് വർഷത്തിലാണ് പ്രേംചന്ദിൻ്റെ ഡാക് ടിക്കറ്റ് പേരിലുള്ള ആ ഡാക് ടിക്കറ്റ് മീൻസ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1980, ഓപ്ഷൻ ഡി 1956. ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1980. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരു എന്താ പറയുക, ഇത്രയും വലിയൊരു കഥാകൃത്തിൻ്റെ പേരിൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇറക്കി എന്ന് പറയുമ്പോൾ ആ വർഷം അങ്ങനെ തന്നെ ഓർത്തിരിക്കുന്നത് നല്ലത്. 1980, 1980. ഓക്കെ, പുരുഷ കഹാണി ഹൗ കഹോ ജസു പത്താവേ പുത്രു കിസ് കവി കി പങ്ക്തി ഹെ. ഏത് കവിയുടെ വരികളാണിത്? എ ചന്ദബർദായി, ബി വിദ്യാപതി, സി അമീർ ഖുസ്രോ, ഡി ചിന്താമണി. ആരുടെ വരികളാണ്? ऑप्शन बी विद्यापति. क्या हिंदी नाम की कोई भाषा ही नहीं? ലേഖ കെ രചനാകാർ ഹെ. ഹിന്ദി എന്ന പേരിൽ ഒരു ഭാഷയില്ലേ എന്ന് ചോദിച്ച ആ ലേഖനം അല്ലേ, എന്ന് ചോദിച്ച ഒരു ചോദ്യമാണതല്ലേ നമ്മളോട്. ആ ലേഖനം, അതിൻ്റെ രചനാകാരാണ്? എ മഹാവീർ പ്രസാദ് ദ്വിവേദി, ബി ബാലകൃഷ്ണ ഭട്ട്, സി രാമചന്ദ്ര ശുക്ല, ഡി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ആരാ? എ മഹാവീർ പ്രസാദ് ദ്വിവേദി. ഇൻമേൽ സെ കിസ് ആലോചക് ने സാധാരണീകരൺ की വ്യാഖ്യ की है? ഇതിൽ ഏത് ആലോചകരാണ് സാധാരണീകരൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്ന ആൾക്കാർ? കുറേയേറെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ ആരാന്നാ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇവരല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതോടൊപ്പം വിചാരിക്കണം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാന്നാ നമ്മളോടുള്ള ചോദ്യം കേട്ടോ. ഓക്കെ, എ നാമവർ സിംഗ്, ബി നന്ദ് ദുലാരെ വാജ്പേയി, സി ഹസാരി പ്രസാദ് ദ്വിവേദി, ഡി ഡോക്ടർ നഗേന്ദ്ര. ആരാണ്? एस ऑप्शन डी डॉक्टर नगेंद्र. കാലക്രം की दृष्टि से निम्नलिखित ആചാര്യോं का സഹി അനുക്രമം ഹെ. ഓരോ കാലത്തിനനുസരിച്ചില്ലേ ഒത്തിരിയേറെ ആചാര്യന്മാർ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ. പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് കാലക്രമം കറക്റ്റായിട്ടുള്ളത് ഏതാണ്? എ മമ്മട്ട് വാമൻ കുന്ദക് വിശ്വനാഥ്, ബി കുന്ദക് വിശ്വനാഥ് വാമൻ മമ്മട്ട്, സി വാമൻ കുന്ദക് മമ്മട്ട് വിശ്വനാഥ്, ഡി വാമൻ മമ്മട്ട് വിശ്വനാഥ് കുന്ദക്. ആരാണ്? ഏതാണ് കറക്റ്റായിട്ടുള്ള ക്രമം വന്നിരിക്കുന്നത്? സി വാമൻ കുന്ദക് മമ്മട്ട് വിശ്വനാഥ്. ദാ ഇവിടെ നമ്മൾ സ്ക്രീനിൽ നിറച്ച ആൾക്കാർ ഇരിപ്പുണ്ട് അല്ലേ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് സെറ്റ് നേടിയ ആൾക്കാരാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഒന്ന് ചേർന്ന് നോക്കിക്കേ അല്ലേ. കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ, സംശയങ്ങൾ ദൂരീകരിക്കൽ, എന്താ പറയുക, PDF നോട്ടാണെങ്കിൽ അങ്ങനെ, ടെസ്റ്റുകളാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്താണോ സിലബസിലുള്ളത്, അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേ, നമുക്ക് 60 ഡേയ്സിൽ ഒന്ന് സെറ്റായി നോക്കിയാലോ അല്ലേ. 60 ദിവസം കൊണ്ട് സെറ്റ് നേടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. വല്ല പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സെറ്റാണ് ഒരു ഇച്ചിരി പ്രയാസമുള്ളത്. എന്നാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾ ചേർന്നൊന്ന് പഠിച്ചു നോക്കിക്കേ, സെറ്റ് നമുക്ക് കയ്യിൽ വാങ്ങിയെടുക്കാം. സെറ്റല്ലേ? അപ്പോൾ 60 ഡേയ്സിനുള്ളിൽ നമുക്ക് സെറ്റ് നേടിയെടുക്കാം. എന്താ വേണ്ടത്, ഇവിടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യൂ. എന്താ സംശയം ഉണ്ടെങ്കിലും 9746455514 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ, സംശയം ദൂരീകരിക്കൂ, സെറ്റ് നേടൂ. ഓക്കെ. സ്വയംഭൂ രചിത് രചന कौन सी है? സ്വയംഭൂ രചിത് രചന എ പാവമൂ ചരിത്, ബി ഭവസ്യത്ത് കഹ, സി മഹാപുരാൺ, ഡി പദാവലി. ഏതാണ് സ്വയംഭൂ രചിച്ചിരിക്കുന്നത്? ഏതാണ്? പാവമൂ ചരിത്. നമുക്കറിയാവുന്നതാണ്. ആ പേരിലും ഒരു വ്യത്യാസമുണ്ട് അല്ലേ. രീതി के लिए വൃത്തി ശബ്ദ का प्रयोग किस आचार्य ने किया है? രീതിക്ക് വൃത്തി എന്നൊരു പേര് കൊടുത്തു. അത് ആരാണ്? പ്രവൃത്തിയാണ് കേട്ടോ. വൃത്തി നമ്മളുടെ വൃത്തിയല്ല കേട്ടോ. ओके, शब्द का प्रयोग किस आचार्य ने किया है? ए आचार्य मोहम्मद, बी आचार्य अभिनव गुप्त, सी आचार्य विश्वनाथ, डी आचार्य आनंदवर्धन. ആരാണ്? യെസ്, എ ആചാര്യ मोहम्मद. मेम बोरिशाइल्ला किसकी रचना है? ए अनामिका, बी महुआ माची, സി മൈത്രേയി പുഷ്പ, ഡി ചിത്ര മുദ്ഗൽ. ആരാണ്? ആ പേര് പോലെ തന്നെയുള്ള പേര് വ്യത്യസ്തമുള്ള ഒരാളാണത് എഴുതിയിരിക്കണേ. മഹുവ മാച്ചി. അത് അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ. കവി കുലപതി മിശ്ര കിസ് തറഹ് കവി ഹേ? കവി കുലപതി മിശ്ര ഏത് ടൈപ്പ് കവിയാണ്? എ രീതി സിദ്ധ കവി, ബി രീതി ബദ്ധ കവി, സി രീതി മുക്ത കവി, ഡി ഭക്ത കവി. ഏത് കവിയാണ്? എ രീതി സിദ്ധ, ബി രീതി ബദ്ധ, സി രീതി മുക്ത, ഡി ഭക്ത്. ഏതാണ്? ബി രീതി ബദ്ധ കവി. ഓക്കെ. निम्न में कौन 14 सप्ताह के कवि नहीं है? ഈ സപ്തക്, താരസപ്തക്, 14 സപ്തക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ കുറേയേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈയിടെ ആയിട്ട്. निम्न में कौन 14 सप्ताह के कवि नहीं है? ए अवधेश कुमार, बी विजय देव नारायण शाही, सी श्रीकांत वर्मा, डी जगदीश गुप्त. ആരാണ്? ഓപ്ഷൻ സി ശ്രീകാന്ത് വർമ്മ. आखिर ऐसा कह दिया मैंने किसकी रचना है? आखिर ऐसा कह दिया मैंने किसकी रचना है? ए नागार्जुन, बी राजेश जोशी, सी कुंवर नारायण, डी लीलाधर जगूड़ी. ആരാണ്? ഓപ്ഷൻ എ നാഗാർജുൻ. രാത് അബിബി കിസ്കാ കാവ്യസങ്കലൻ ഹെ? രാത് അബിബി എന്ന് പറയുന്നത് ആരുടെ കാവ്യസങ്കലനമാണ്? എ രാജേഷ് ജോഷി, ബി നാഗാർജുൻ, സി ലീലാധർ ജഗൂഡി, ഡി കുംവർ നാരായൺ. എസ്, ഏതാണ് ആൻസർ? സി ലീലാധർ ജഗൂഡി. അപ്പോൾ ഇനി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോരുകയായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പഠിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ 60 ദിവസം കൊണ്ട് സെറ്റ് നേടുന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9746455514 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്തു സെറ്റ് വാങ്ങൂ, സെറ്റാകൂ. ഓക്കെ, സെറ്റല്ലേ? താങ്ക് യു.